പക്ഷേ അപർണയ്ക്ക് ഇഷ്ടപ്പെടും. എങ്ങനെയാണെന്ന് പറയാ അപർണ. അപർണ ടേസ്റ്റ് ചെയ്യൂ. നല്ലതാ സർ. അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ട ഒത്തിരി കൈപുണ്യം അല്ലേ? ആ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി. അമ്മ ഉണ്ടാക്കിയതാ. ബാലുവിന്റെ അമ്മ സുധാമണി. സുധാമണി അമ്മ. റിയലി? അമ്മയോട് എന്റെ അന്വേഷണം അറിയിക്കണം. സുധേ, ടെൻഷനാവരുത്. ഞാൻ നിന്റെ പഴയ മൂർത്തിച്ചേട്ടനാ. നിന്നെ കാണാൻ വേണ്ടി വന്നതാ. സ്നേഹം കൊണ്ട് വന്നതാ. ഇല്ല, കൊല്ല്. എന്നെ കൊന്ന് രക്തം കുടിച്ചിട്ട് ഇറങ്ങിപ്പോ. കൊന്നോ ഇന്നോ? ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നൊക്കെ എന്നോട് നീ പറഞ്ഞതല്ലേ? എന്താ അതിനിടയിൽ തോൽക്കാൻ തീരുമാനിച്ചു? അല്ല, നിങ്ങളെ പോലുള്ളവരുടെ കൺമട്ടത്തിൽ മാറുന്നത് എന്റെ ജയവാ. അതിനാ ഞാൻ കൊല്ലാൻ പറഞ്ഞേ. സുധേ, ഞാൻ ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങ്. ശരി സുധേ, ഭർത്താവായി കാണണ്ട. ഞാനൊരു അതിഥിയാണെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു ശത്രുവാണെന്ന് തന്നെ വെച്ചു. ശത്രുവാണെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ വന്നതിന്റെ മര്യാദ കാണിക്കണമെന്നല്ലേ? ഞായൊന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങ്. ഇറങ്ങാൻ. അപ്പൊ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ പോയിട്ടില്ല അല്ലേ? മതി, എനിക്കത് മതി. നിന്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അറിയാൻ പറ്റും. എന്റെ ഹൃദയത്തിൽ സ്ഥാനോ? എന്റെ വൈരാഗ്യം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോ എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ ഒരാളുടെ ഓർമ്മയിൽ ഞാൻ വെറുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വെറുക്കാൻ വേണ്ടിയാ ഞാൻ ആ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അല്ല സുധ, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം, നിന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഞാനുണ്ട്. പ്ലീസ്, എന്നെ പരീക്ഷിക്കാതെ ഇറങ്ങിപ്പോ. നിയന്ത്രണം വിട്ടാ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഇറങ്ങിപ്പോ. ഓ അമ്മേ. അയ്യോ, ദയവ് ചെയ്ത് മീനാക്ഷി വരുന്നുണ്ട്. ഇറങ്ങിപ്പോ. നീ പേടിക്കണ്ട സുധ, നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഒന്ന് വേഗം പോ. നമ്മളോരോ ഓ കോമഡിയാ. ഞാനേ ഈ ഒറ്റ വീട് കോളനിയുടെ ഉടമസ്ഥന. അതിരിക്കട്ടെ, നിങ്ങൾ ഏത് വീട്ടിലാ വന്നേ? ഇതേ ആർക്കും അങ്ങനെ തോന്നിയ പോലെ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമല്ല. പരിചയമില്ലാത്ത ആര് വന്നാലും ഞാൻ ചോദ്യം ചെയ്യും. ഞാൻ ആ സുധാമണിയുടെ വീട്ടിൽ വന്ന. ഓഹോ, അത് ശരി. കാറ്ററിങ്ങിന് മറ്റോ ഓർഡർ കൊടുക്കാൻ വന്നതാണോ? എന്ത് കേട്ടിറങ്ങി? ആ പോടോ. ഇതൊരു പുതിയ കഥാപാത്രമാണല്ലോ. വരട്ടെ. എന്നെ കളിയാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ഞാൻ പിടിച്ചോളാം. കേട്ടടാ മക്കളെ. എനിക്കെന്തോ അവനെ കാണുമ്പോ അന്നേരം കലിയളവും. യെസ്, ഇതാണ് പ്രധാന പോയിന്റ്. ഇതിന് പകരമാണ് ഞാൻ ഷോ കാണിച്ചു എന്നും രാജഭക്തി എന്നും ഒക്കെ പറഞ്ഞത്. ഇതെന്താണെന്നറിയോ? താലി. ഇതാര് കെട്ടിയതാണെന്നറിയാമോ?
ഞാൻ മരിക്കുന്നത് വരെ, എന്റെ കണ്ണടയുന്നത് വരെ എന്റെ ശരീരത്തിനും മനസ്സിനും അവകാശിയായ ഒരേ ഒരാൾ ബാലഗോപാൽ എന്ന ബാലു. താൻ കെട്ടിയ താലിയത്. ഇത് ഈ കഴുത്തിൽ ഉണ്ടാവുന്ന കാലം വരെ ഇതെന്റെ കഴുത്തിൽ കെട്ടിയ ആളിനല്ലാതെ എന്റെ മനസ്സിലോ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ മറ്റാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഈ താലിയിൽ പിടിച്ച ഞാനിത് പറയുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ച് 1000 ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നതിലും ശക്തിയാ താലി തൊട്ട് പറയുന്നത്. ബാലുവിന്റെ സമാധാനത്തിന് ഞാൻ വീണ്ടും വേണ്ട, ഇനിയൊന്നും പറയണ്ട. സോറി. താൻ അതൊക്കെ എന്ന് മറന്നേക്ക്. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് എന്താ അമ്മേ? എന്ത്? ഒന്നുമില്ല. എന്തായാലും ഒരു യാത്ര കൊളാക്കിയല്ലോ. ഞാനും ബാലും കൂടെ എത്ര സന്തോഷായിട്ടാ വന്നേ. എല്ലാവർക്കും കൂടെ ഒന്ന് ചുറ്റാൻ പോവാന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോ അമ്മ ഇഞ്ചി കുഞ്ചുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അതിന് ഞാൻ ആരെയും തടഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്കും പോകായിരുന്നല്ലോ. ആ? എങ്ങനെ ആർക്ക് പോവായിരുന്നല്ലോ എന്ന്? നിങ്ങൾക്ക് പോകായിരുന്നില്ലേന്ന്. അടിപൊളി. അത് ശരി, നിങ്ങൾക്ക് പോകായിരുന്നില്ലേന്ന്. അപ്പൊ ഇവിടെ നിങ്ങളും ഞങ്ങളെന്നൊക്കെ ആയി അല്ലേ? അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. മുഖത്ത് നോക്കിയൊന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് പോവാൻ പാടില്ലേന്ന്. മോളൊന്ന് പോകുന്നുണ്ടോ? അയ്യടാ, മോളെ എവിടെ പോവാനാ? മോൾ എവിടെയും പോവില്ല. ഇവിടെ താമസിക്കാൻ വേണ്ടി എന്നെ വിളക്കുഴിഞ്ഞ് കേറ്റിയത് ആരാ? അമ്മ തന്നെയാണേ. എന്നിട്ട് ഇപ്പൊ പറയുന്നു പോവാൻ. മരിക്കുന്നത് വരെ ഈ വീടാ, ഈ അപർണയുടെ വീട്. ഒരിടത്തേക്ക് ഞാൻ പോകുന്നില്ല. മോളെ, എന്താ അമ്മേ? എന്താ അമ്മയുടെ വിഷമം? അത് പറ. ഒന്നുമില്ല മോളെ. കാറ്ററിംഗിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതോ ഇനി ആ പിള്ളസാറ് വന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ ആണോ? ഒന്നുമില്ല മോളെ. പ്രായമായി വരികയല്ലേ, പെട്ടെന്ന് ഓരോന്ന് ഓർമ്മിക്കുമ്പോ മനസ്സങ്ങ് പിടിവിട്ടു പോന്ന പോലെ തോന്നുക. എന്താന്ന്? പ്രായമായെന്നോ? ആർക്ക്? ഉള്ളത് പറയാലോ, അമ്മയുടെ പകുതി ആരോഗ്യം പോലും എനിക്കില്ല. ഞാനുമായിട്ട് കമ്പയർ ചെയ്താ അമ്മയാണ് ഇളയാള്. മതി ഇങ്ങനെ കളിയാക്കണ്ട. എന്തായാലും അവസാനം അമ്മ ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. അമ്മയുടെ വിഷമം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. വിഷമം എന്തായാലും അത് മാറിയിട്ടുണ്ടോ അതറിഞ്ഞാ മതി. ഇതുപോലൊരു മോള് കൂടെയുള്ളപ്പോ എന്ത് വിഷമം, ഏത് വിഷമം. സത്യം സത്യം. ഹോ, ഞാനപ്പോ ആളൊരു സംഭവമാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് മുടങ്ങിയ ചുറ്റിക്കറങ്ങൽ നമ്മൾ നാളെ നടത്തുന്നു. ഓക്കെ? ഓക്കെ. നമുക്കേ ഈ വീടങ്ങ് മാറിയാലോ? എന്താ ബാലു? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഈ നശിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെടണം. രാവിലെ ആ പിള്ള വന്ന് പറഞ്ഞതും പിന്നീട് ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇനിയും ഇവിടെ താമസിച്ചാ നമുക്കൊരു ജീവിതം കിട്ടില്ല. ഇപ്പൊ തന്നെ വിളിച്ച് നമുക്കൊരു വാടക വീട് അന്വേഷിക്കാം. ബാലു പറയുന്നത് കൃത്യം കാര്യങ്ങളാ. പക്ഷേ അമ്മ ഈ വീട് വിട്ടു വരുന്ന ബാലുവിന് തോന്നുന്നുണ്ടോ? എത്രയൊക്കെ വഴക്കും ബഹളം ഉണ്ടെങ്കിലും അമ്മ ഈ വീടിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ ജീവനും ജീവിതവും ഒക്കെ ഈ വീടാ. എന്ന് വെച്ച് വല്ലവനും പറയുന്ന അപവാദം കേട്ടും സഹിച്ചും ഇവിടെ കഴിയണമെന്നാണോ? ആ പിള്ള എന്ത് വൃത്തികേടാ അയാള് രാവിലെ അർത്ഥം വെച്ച് ഇവിടെ പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് അയാളെ ചവിട്ടി കൂട്ടാനാ തോന്നുന്നത്. ബാലു, കൂൾ, സമാധാനിക്കേ.
എങ്ങനെ സമാധാനിക്കുന്ന താൻ പറയുന്നത്? അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റില് ആ സൂരജ് വന്നിട്ട് അതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു. തന്റെ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒന്നും ഇപ്പോഴും ഈ വീടും ഇവിടുത്തെ സാഹചര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പതെ അപവാദങ്ങളും തുടങ്ങി, അതും അമ്മയെക്കുറിച്ച്. ബാലു, നമുക്ക് വീട് മാറാം, ഉറപ്പായിട്ടും മാറാം. പക്ഷേ ഇപ്പൊ മാറുന്നത് ബുദ്ധിയല്ല. ഒരു നല്ല അവസ്ഥയില് കാര്യങ്ങൾ നമുക്ക് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? അമ്മ നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട്. എന്റെ പല ചോദ്യങ്ങൾക്കും അമ്മയ്ക്ക് ഉത്തരം തരാൻ പറ്റിയില്ല. ഉറപ്പാണ് ബാലു, അമ്മ എന്തോ ഒരു രഹസ്യം നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്. അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ബാലുവിനത് മനസ്സിലായില്ലേ? അപ്പോ പിള്ള പറയുന്നത് സത്യമാണെന്നാണോ താൻ പറയുന്നത്? അങ്ങനെയല്ല, ആരോ ഒരാൾ അമ്മയ്ക്ക് ഭീഷണിയായി നിഴല് പോലെ അമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ടോന്നൊരു സംശയം. ആണോ? പിന്നല്ലാതെ. എന്നാലേ കണ്ണൊന്നടച്ചേ. തന്റെ ഫോണാണല്ലോ. ഇതാരാ ഈ നേരത്തെ വിളിക്കുന്നത്? വീട്ടിൽ നിന്ന് അമ്മയായിരിക്കും. എന്തിയാ കിരൺ? ഒരു കിരൺ? അവനെന്തിനാ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഓഫീസ് കാര്യം എന്തെങ്കിലും പറയാനായിരിക്കും ബാലു. ഓഫീസ് കാര്യമൊക്കെ അങ്ങ് ഓഫീസിൽ വെച്ച്. ബാലു, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനായിരിക്കും. എടുക്കണ്ട എന്ന് പറഞ്ഞാ എടുക്കണ്ട. ബാലു, ഒക്കെ അവന്റെ നമ്പരാ. ഈ വീടും മാറണം, ആ ഓഫീസും മാറണം, എങ്കിലേ നമ്മൾ ഗതി പിടിക്കും. സോറി, ഐ എം റിയലി സോറി. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവന്റെ പേര് കേട്ടാ മതി എനിക്ക് അപ്പോ ഭ്രാന്ത് കയറും. ഈ ഭ്രാന്തിന് ചികിത്സിക്കാ വേണ്ടത്. താനെന്നെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും അതൊട്ടും അധികമാവില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതുപോലെ കുറച്ച് പഞ്ചാര വാക്കുകൾ പറഞ്ഞാ ഒക്കെ തീരുന്നാണോ? ഇന്നലെ രാത്രി അത്രയും പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ബാലുവിന് കാര്യങ്ങൾ വ്യക്തമാവുന്ന തരത്തിൽ ഇന്നലെ വൈകിട്ട് നമ്മൾ സംസാരിച്ചതല്ലേ? എന്റെ താലി തൊട്ടല്ലേ ഞാൻ ഒക്കെ പറഞ്ഞത്? ഇത് ഈ കഴുത്തിൽ ഉണ്ടാവുന്ന കാലം വരെ ഇതെന്റെ കഴുത്തിൽ കെട്ടിയ ആളിനല്ലാതെ എന്റെ മനസ്സിലോ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ മറ്റാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഈ താലിയിൽ പിടിച്ച ഞാനിത് പറയുന്നത്. എന്നിട്ട് രാത്രി MD ഫോൺ ചെയ്തപ്പോ അതൊക്കെ അങ്ങ് മറന്നു. അപ്പോ സോറി. ഇല്ല, ഇനി അതൊന്നും ആവർത്തിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ച് നിൽക്കുമായിരുന്നു. നീ എന്നോട് കണ്ണടച്ച ഒരു സാധനം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഹാപ്പിയായി നിൽക്കുമായിരുന്നു. അപ്പോഴാ ആ ഫോൺ കോളും. ബാലു, വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം തീർന്നു. ഉറപ്പാണേ? ഉറപ്പ്. ഇനിയും ഇത് ആവർത്തിച്ച് താൻ എന്ത് വേണോ എന്നെ ചെയ്തോ. ഞാൻ നല്ല ഇടി വെച്ച് തരും, തല്ലി പല്ല് താഴെയിടും. എന്നാ ഇപ്പൊ തന്നെ തല്ലിക്കും. ഞാൻ തല്ലും. തല്ലിക്കോളാനല്ലേ പറഞ്ഞത്? തല്ല് തല്ല് തല്ല്. ആ, ഏയ്, നിങ്ങൾ അങ്കിളിനെ ഒന്ന് നോക്കിയോ, ഞാൻ വെള്ളം വാങ്ങി വരാം. മീനാക്ഷിക്ക് അറിയില്ലേ ആ ചേട്ടനെ? ഇല്ല. അയ്യോ, നേച്ചർ ക്ലബിലെ പ്രധാനപ്പെട്ട ആളാ.
ഇത്രയും നല്ല ഒരാളിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ആ ചേട്ടന്റെ ജീവിതം. നമുക്കിനി ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ, വേണ്ട. ഇപ്പൊ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ദൈവം മോനെ ഇവിടെ എത്തിച്ചത്. പോട്ടു മോനെ, വഴക്കൊന്നും പറയണ്ട. എന്തായാലും എന്റെ മോനല്ലേ. കണ്ടോടോ, ഇതാണ് യഥാർത്ഥ സ്നേഹം. താനും ഭാര്യയും കൂടി ഇദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടും ഇദ്ദേഹം തിരിച്ചു തന്ന സ്നേഹം കണ്ടോ. അകലെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിക്കും. വേണ്ട, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. അച്ഛൻ എന്റെ കൂടെ വരണം. ഒരു മിനിറ്റ്. ദാ, ഇതിരിക്കട്ടെ, മരുന്ന് വാങ്ങാൻ. അയ്യോ വേണ്ട മോനെ. സാരമില്ല, ഇതിരിക്കട്ടെ, വെച്ചോളൂ. ദേ, ഇതെന്റെ കാർഡാ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. മോന് നല്ലതേ വരും. ഓക്കെ, ഞാൻ ഒരിക്കലും മോൻ ചെയ്ത ഉപകാരം മറക്കില്ല. താങ്ക്സ്. ശരി. മാഗി, അമ്മേ, ഇന്ന് വീട്ടില് അമ്മയുടെ കൂടെ നിക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാ ഞങ്ങൾ രണ്ടുപേരും ലീവ് എടുത്തത് തന്നെ. ഇതിപ്പോ നിങ്ങള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. എനിക്കെന്ത് പെട്ടെന്ന് ആദ്യ പോലെ. മോളൊന്ന് മീനാക്ഷിനെ ഫോൺ വിളിച്ചതാ. മീനാക്ഷിന്റെ ശബ്ദം കേട്ടാ എനിക്ക് സമാധാനാവും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മീനാക്ഷിന്റെ കാര്യത്തില് എപ്പോ എനിക്ക് പേടിയാ. ഒന്ന് വിളിച്ചതാ മോളെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. എന്റെ ഫോൺ എടുത്തു. ഹലോ, കൊള്ളാം. മുൻവശത്തെ കഥകം തുറന്നിട്ട് എല്ലാരും കൂടെ അടുക്കള വന്ന് നിൽക്കുവാണോ? കണ്ടോ, ഇപ്പൊ സമാധാനമായോ അമ്മയ്ക്ക്? മോളെ നീ വാ. എന്താ അമ്മേ, എന്താ പറഞ്ഞേച്ചി? ഒന്നുമില്ല മോളെ. അമ്മയുടെ കയ്യിന്നേ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഓ, മനസ്സിലായി. ഗ്ലാസ് പൊട്ടിയതോടെ അമ്മയ്ക്ക് ടെൻഷനായി. ഞങ്ങള് മക്കളെ കാണുമെന്ന് പറഞ്ഞു അല്ലേ? ഈശ്വരാ ഭഗവാനെ, ഇന്ന് കണിയേണ്ട ആളെ എന്നും കാണിച്ചു തരണേ. ഓ, ഇതുപോലുള്ള കാഴ്ചകൾ എന്നും കാണിച്ചു തരണേ ഭഗവാനെ. വീഡിയോ തന്നെ പിടിക്കാം. മൊബൈല് കണ്ടുപിടിച്ച സായിപ്പ് സ്തുതിയായിരിക്കട്ടെ. എന്തായാലും നീ ചെല്ല്. നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അത് മതി അടുത്ത പ്രശ്നത്തിന്. ആരെങ്കിലും കണ്ടാ പ്രശ്നമാവോന്നോ? നിങ്ങൾ സംസാരിക്കുന്ന ലോകം മുഴുവൻ കാണാൻ പോവാ. ഞാൻ മുന്നേ നടക്കാം, നീ പുറകെ വന്നാ മതി. അയ്യോ, അവനെവിടെ? നിന്റെ ഇളയ മോൻ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടരുത്. എന്റെ മോടെ പുറകെ നടക്കരുതെന്ന് അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അനുസരണ പഠിക്കാത്തവനെയും അനുസരിക്കാത്തവനെയും എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്കറിയാം. സാറേ, അന്ന് അമ്മയെ കുറിച്ച് അപവാദം പറഞ്ഞു. ഇപ്പോ അനിയനെ കുറിച്ചും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ നിന്റെ ഒരു സാഗറിനോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അവൻ തെറ്റായ രീതിയിൽ ഒന്നും പെരുമാറില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതിനെന്താ പിള്ള സാറേ കുഴപ്പം? രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ വഴിയിൽ നിന്ന് സംസാരിക്കുന്നു, അതിനെന്താ? എന്താന്ന്? ഇതുപോലെ രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നിങ്ങളും.
അല്ലേ ഒരു കുടുംബത്തിലെ കൊച്ചിനെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നില്ലേ? അതുപോലെ ഇളയ മോനെ ഇറക്കി ഇങ്ങോട്ട് വിട്ടിരിക്കുക അല്ലേ? പിള്ളച്ച കാര്യമൊക്കെ ശരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പിള്ള സാറ്. എന്താ അമ്മേ, എന്താ പറഞ്ഞേച്ചി? ഓ ഞാൻ വന്നല്ലോ. പറയടാ, നീ എന്ത് ഭാവിച്ചോണ്ടാ എന്റെ മോടെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്നോട് ചോദിച്ചത് നീ എന്ത് ഭാവിച്ചിട്ടാ എന്റെ മോടെ പിന്നാലെ നടക്കുന്നതെന്ന്. ഈ സുഭാഷിണി കണ്ടു നീ എന്റെ മോളെ ശല്യപ്പെടുത്തുന്നത്. നിങ്ങൾ എന്താ കണ്ടത്? ഞാൻ ഇവളെ ശല്യപ്പെടുത്തുന്നതോ? അയ്യോ എന്റെ പൊന്നു മോനെ, ചേച്ചി വരുമ്പോഴില്ലേ ദേ ഈ കീർത്തന മോളെ വഴിയിൽ നിൽക്കുന്ന കണ്ടു. നീ ന്യായീകരിക്കാനൊന്നും പോകണ്ട. എല്ലാം ഇതിനകത്തുണ്ട്, നീ അങ്ങോട്ട് കാണു. ഇതിലെന്തുണ്ടെന്നാ നിങ്ങൾ പറയുന്നേ? കീർത്തന, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ? തുറന്നു പറയണം. സാഗരെ വേണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അകത്ത് പോയെ ചെല്ല്. മതി, നീ ന്യായീകരിക്കാനൊന്നും പോണ്ട. സാറേ വാ. ശേഖരെ വേണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നീ ഒരിടത്തോട്ട് പോകാൻ പോകുന്നില്ല. തീരുമാനമാക്കിയിട്ടേ ഞാനും പോകുന്നുള്ളൂ. അമ്മേ, അപർണേച്ചി, ഏട്ടാ, മീനാക്ഷി, നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. കീർത്തനയോട് ഞാൻ ഓരോ കാര്യങ്ങളും ഉപദേശിക്കുകയാ ചെയ്തത്. പക്ഷെ മനഃപൂർവ്വം നിന്റെ അച്ഛൻ എന്നെ അപമാനിക്കുകയാ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കും. ഇത് സത്യം. എന്താണ് നീ പറഞ്ഞത്? എന്റെ മോളെ നീ കല്യാണം കഴിക്കും? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, സത്യം ചെയ്താ പറഞ്ഞത്. ഞാൻ ആ ശബ്ദം നിറവേറ്റിയിരിക്കും. ആഹാ, എങ്കിൽ ഇനിയും പറയും. ആ പിള്ള ഒരു കഞ്ഞിയാണ്, സ്നേഹമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, പുങ്കനാണ്. മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തവനാണ് പിള്ള. അതുകൊണ്ട് തന്നെ ആ പിള്ളയുടെ മോളെ കൊണ്ട് എന്റെ അനിയനെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏട്ടാ, സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ പകല് വെല്ലുവിളിച്ചത് തമാശക്കായിരുന്നല്ലോ. തമാശക്കാ? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടാ, അതൊരിക്കലും ശരിയാവില്ലടാ. ഒന്നാമത് നിനക്ക് കല്യാണത്തിനുള്ള ഒരു പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ആ പിള്ളയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം എന്നൊക്കെ വെച്ചാ. സത്യം പറഞ്ഞ ഞാൻ കീർത്തനെ കുറിച്ച് മറന്നു തുടങ്ങിയായിരുന്നു. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഫ്യൂച്ചർ പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഞാൻ അവളെ മറക്കാന്ന് കരുതിയെ. കീർത്തനെ കണ്ടപ്പോ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്കാ ആ പിള്ള എല്ലാം തിരിച്ചു മറിച്ചത്. അവളുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എന്റെ കൺട്രോള് പോയി. അങ്ങനെയാ ഞാൻ ശബ്ദം ചെയ്തത്. അപ്പോഴത്തെ ഓളത്തില് അങ്ങ് വെല്ലുവിളിച്ചതല്ലേ, അതങ്ങ് പോട്ടെ. അല്ല, വെല്ലുവിളി തന്നെയാ. ഹലോ സുധേ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കരുതെന്ന്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. ഞാനിനി നിന്റെ മുന്നിലേക്ക് വരില്ല. എല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ അതിനു മുന്നേ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. എന്താ? എനിക്ക് അവസാനമായി നിന്നെ ഒന്ന് കാണണം. നാളെ ഞാൻ നിന്നെ നാളെ അവസാനമായി ഒന്ന് കണ്ട് സംസാരിച്ച് ഞാൻ എന്റെ ലോകത്തിലേക്ക് മടങ്ങിക്കൊള്ളാം. പറ്റൂല, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അങ്ങനെ പറയരുത് സുധേ, എനിക്ക് കാണണം. പറഞ്ഞില്ലേ, ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. യാത്ര പറയാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ച ആ കോളേജ് ജംഗ്ഷൻ അടുത്തുള്ള അമ്പലത്തിനടുത്ത് ഞാനുണ്ടാവും. ഇല്ല, എനിക്ക് വരാൻ പറ്റൂല. നീ വരണം. നീ വന്നേ പറ്റൂ. നീ വരും. എനിക്കറിയാം എന്റെ സുധ നാളെ വരും. ഞാൻ അവിടെ കാത്തു നിൽക്കും. നമ്മൾ തമ്മിൽ കാണും. ഹലോ
അപ്പൂനെയും ബാലുനെയും നമുക്ക് തനിച്ചിങ്ങ് കിട്ടുക. നേരത്തെ തീരുമാനിച്ചതുപോലെ വിരുന്ന് കഴിഞ്ഞ അവരിവിടുന്ന് തിരിച്ചു പോകരുത്. ഇനി അഥവാ പോയാലും ബാലു ഒറ്റയ്ക്കേ പോകാവൂ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? എനിക്ക് പരിചയമുള്ളൊരു ജ്യോത്സ്യനുണ്ട്. ജ്യോത്സ്യം മാത്രമല്ല, അയാൾക്ക് ചെറിയ മന്ത്രവാദങ്ങളൊക്കെ അറിയാം. മന്ത്രവാദോ? എന്ത് മന്ത്രവാദം? ഏയ്, അതൊക്കെ എന്തിനാ? ഓ, നിങ്ങൾ പരിഷ്കാരികള് മന്ത്രം എന്നൊക്കെ കേട്ടാ നിങ്ങൾക്ക് പുച്ഛവാ. എന്റെ മോളെ, ദേ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ഈ പറഞ്ഞ മന്ത്രവാദിയുടെ കയ്യിലെ ഒരു ചൂർണമുണ്ട്. ആ ചൂർണം പാലില് കലക്കി കൊടുത്താലേ എന്റെ പൊന്നേ സ്വാഹ. സ്വാഹയോ? എന്ത് സ്വാഹ? എത്ര ചക്കര ഈച്ചയും പോലെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും ആയിക്കൊള്ളട്ടെ, ഈ ചൂർണ അകത്ത് ചെന്ന അടുത്ത നിമിഷം വഴക്ക് തുടങ്ങിയിരിക്കും. ഒരു മാസത്തിനുള്ളിൽ അടിച്ച് പിരിയും. രണ്ടും രണ്ടു പാത്രമാവും. എനിക്കിതിലെന്തോ അത്ര വിശ്വാസമില്ല. പക്ഷെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞതുകൊണ്ടൊന്നും പരീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മന്ത്രവാദിയെ വരുത്തിയാൽ മതി. യാമിനി എന്ത് പറയുന്നു? എനിക്ക് മന്ത്രവാദത്തിലും ഇതുപോലുള്ള രീതികളിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ നമുക്കൊരു അത്യാവശ്യം വരുമ്പോ നമ്മൾ എന്തിലും വിശ്വസിച്ചു പോവുമല്ലോ. അതുപോലൊരവസ്ഥയല്ല ഞാനും ഇപ്പൊ. അമ്മ, ആ ജോത്സ്യനോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ അയാളുടെ പേര്? അയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചാത്തൻ ജോത്സ്യനെന്നോ ചാത്തൻ മന്ത്രവാദി എന്നൊക്കെയാ അറിയപ്പെടുന്നത്. അല്ല, ഇപ്പൊ പേരെന്തായാലും എന്താ, പിള്ളേരെ തമ്മി തല്ലിച്ച് പിരിച്ചങ്ങോട്ട് തന്നാ. ഭാഗ്യം, വളരെ ചെറിയ മുറിവുകളേ ഉള്ളൂ. എന്റെ ടൈമിംഗ് ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ആകെ പണി പാളിയനെ ഡോക്ടറെ. ആ സിസ്റ്ററെ, നന്നായി ഡ്രസ് ചെയ്യണം. പുറമേ കണ്ട വലിയൊരു മുറിവാണെന്ന് തോന്നണം. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. പുറത്ത് നിന്ന് അവരോട് OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും. ഓക്കെ സർ. നിന്നെ വിദഗ്ധമായി കുരുക്കുവെടി ഞാൻ. അതെ, ആക്സിഡന്റായി കൊണ്ടുവന്ന കൃഷ്ണമൂർത്തിയുടെ ഭാര്യയാണോ? എന്തെങ്കിലും ഇഴിച്ചു നോക്കുന്നേ? നിങ്ങളല്ലേ കൃഷ്ണമൂർത്തി കൊണ്ടുവന്നത്? അതെ. പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വാ. എന്താ OP ടിക്കറ്റ്? അതെ, ഭർത്താവിനെ ചികിത്സിക്കണ്ടേ? ആശുപത്രിയിൽ ഒരാളെ ചികിത്സിക്കണമെങ്കിൽ ആദ്യം OP ടിക്കറ്റ് എടുക്കണം. അതറിയില്ലേ? ചെന്ന് OP ടിക്കറ്റ് എടുത്തിട്ട് വാ. ചെല്ലങ്ങോട്ട്. ആ, അവൾ OP ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് സർ. എടോ മൂർത്തി, ഞങ്ങളിപ്പോ കാണിക്കുന്നതേ ഒരു മര്യാദയുടെ പണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ചോദിച്ച കാശ് എണ്ണി തന്നില്ലല്ലോ. കാര്യം നടന്നു കഴിഞ്ഞാ ഇനിയും തരൂ. എന്നാലും ഇതൊക്കെ ഇത്തിരി അക്രമമാ. കാര്യങ്ങൾ വിചാരിച്ച രീതിയിലൊക്കെ നടത്താൻ ഇത്തിരി അക്രമമൊക്കെ വേണം സിസ്റ്റർ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരൂ. പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്ത് തരൂ. സത്യത്തിൽ ഇപ്പൊ ഞാനുമായിട്ട് എന്താ ബന്ധം? എനിക്ക് അങ്ങോട്ട് എന്താണ് ബന്ധം? ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്. എന്താ ആലോചിക്കുന്നേ?
പെട്ടെന്ന് പൂരിപ്പിച്ചു തരൂ ചേച്ചി. ആ, രോഗിയും കൊണ്ടുവന്ന ആളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ചേച്ചിയുടെ ആരാ രോഗി? ഭർത്താവാണെങ്കിൽ ഭർത്താവാണെന്ന് എഴുത്. ഇങ്ങനെ വേഷം കെട്ടി ഒരാളെ പറ്റിക്കുന്നത് ദ്രോഹമാ കൃഷ്ണമൂർത്തി. എന്ത് ചെയ്യാനാ, എനിക്കിങ്ങനെ വേഷം കെട്ടി ആടിയേ പറ്റൂ. ഡോക്ടർ ഡ്രിപ്പ് തന്നു. സിസ്റ്റർ, ആ ഡ്രിപ്പോട് ഇട്ട് കൊടുക്കുക. സത്യത്തെ ഞാനൊന്ന് പേടിച്ചതാ. എന്റെ കണക്കൂട്ടൽ അല്പം ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തീർന്നേനെ. പക്ഷേ എന്റെ കൂട്ടുകാരൻ ജോഷി കലക്കി. ചോരയൊക്കെ ഇന്നലെ തന്നെ ചുവന്ന ചായം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെന്ത് വർത്താനാ ഡോക്ടറെ പറയുന്നത്? ചെന്ന് നോക്ക്. നിങ്ങളാണോ ഇപ്പൊ ബെല്ലടിച്ചത്? അതെ. എന്താ? ഇതാ OP ടിക്കറ്റ്. എങ്ങും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ആരായിരുന്നു? സുധാമണിയാ. OP കാർഡ് എടുത്തിട്ടുണ്ട്. OP കാർഡ് എടുക്കുമ്പോ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫോമില്ലേ, അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എനിക്ക് വേണം സിസ്റ്റർ. അത് ഞാൻ റെഡിയാക്കി തരാം. അതുപോലെ സുധാമണി ഒന്ന് വിളിക്കേ, എനിക്കൊന്ന് കാണണമെന്ന് പറ. ഇത്തിരി എരിവും പുളിയൊക്കെ ഒന്ന് ചേർത്ത് പറ. ചെല്ലു സിസ്റ്ററെ. എന്തായെന്നോ, മൂർത്തി ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ വിജയിച്ചല്ലേ കയറൂ. ഒക്കെ പ്ലാൻ ചെയ്ത പോലെ നടന്നു. അപകടം എന്തെങ്കിലും പറ്റിയോ? ദേഹത്ത് മുറിവെന്തെങ്കിലും? കൊണ്ടും കൊടുത്തും തഴക്കം വന്ന എനിക്കെന്ത് മുറിവ്? ഒക്കെ നിസാരം. അഥവാ മുറിവ് പറ്റിയാൽ തന്നെ എന്ത്? എല്ലാം കൃത്യമായി നടന്നു. അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഷിയുടെ കാർ കൃത്യമായി വന്നു, എന്നെ തട്ടി. അവൾ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി വന്നു. ഇപ്പോ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അടിപൊളി, സമ്മതിച്ചിരിക്കുന്നു. അവൾ പെട്ടു. ഞാൻ വിരിച്ച വലയിൽ കൃത്യമായി അവൾ കുടുങ്ങി. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അവൾക്ക്.